ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ കെമിസ്ട്രീൻ്റെ പബ്ലിക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ വാസ് ഈസി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഈസി അല്ല, എന്നാൽ ആവറേജും ആയിരുന്നില്ല, അതിൻ്റെ ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു എബോ ആവറേജ് അങ്ങനെയായിരുന്നു എനിക്ക് എക്സാം വന്നിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പർ കിട്ടിയപ്പോൾ ചെയ്തത് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ടിക്കറ്റ് വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആൻസർ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, എന്നാലും ഓൾമോസ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറിയുന്ന ഇതെല്ലാം ടിക്കറ്റ് വെച്ചു. ഇപ്പോൾ 8 എഴുതുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന 8 അങ്ങനെ ടിക്കറ്റ് വെച്ചു. 2 മാർക്കിൻ്റെ ആണെങ്കിലും 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ആണെങ്കിലും അവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ അറിയുന്ന ടിക്കറ്റ് വെച്ചിട്ട്, പിന്നെ 1 വേർഡിൻ്റെ ആണെങ്കിൽ 5 എഴുതി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം ഞാനങ്ങനെ എഴുതി പോന്നു. പിന്നെ അവസാനം ടൈം കിട്ടുന്ന സമയത്തിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം എഴുതി വന്നപ്പോഴത്തേക്കും ഒട്ടും ടൈം കിട്ടിയില്ല. 1-2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടൈം കിട്ടാതെ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയ ഈസി എന്നൊന്നും പറയാത്തത് എക്സാം. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ടൈം കിട്ടിയില്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതണം എന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ചപ്പോൾ അത്യാവശ്യം ഈസി ക്വസ്റ്റ്യനാണ്. മീൻസ് തുടക്കം നന്നായാലാണ് ഒടുക്കം നന്നാവുള്ളൂ എന്നാണല്ലോ. അപ്പോൾ എനിക്ക് എക്സാം സാധാരണ വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കറിയാത്തതാണെങ്കിൽ പിന്നെ എക്സാം ഒരുമാതിരി ആയിരിക്കും. പക്ഷേ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലതായതുകൊണ്ട് തന്നെ എക്സാം കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് സന്തോഷമായി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും 4. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയുന്നത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ഞാൻ എങ്ങനെയാണോ എഴുതിയതാണ് പറയുന്നത്. പിന്നെ ആൻസർ കീ ഒന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ അത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ. സോ ഞാൻ ആൻസർ കീ ഒന്നും നോക്കിയില്ല, ഞാൻ എങ്ങനെയാണോ എഴുതിയത് അത് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തത് പിന്നെ പോളിംഗ് സ്കെയിലിൽ ഹയസ്റ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റി എലമെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം, ഫ്ലോറിൻ. പിന്നെ പോളിംഗ് സ്കെയിലിൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുറച്ച് കാർക്കിക്കുത്തി ചോദിക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ സംശയം, മീൻസ് കുറച്ചിങ്ങനെ ചിന്തിച്ച് അയ്യോ ഇതാണോ അതാണോ അങ്ങനെ ചോദിക്കും. പക്ഷേ ഞാൻ ഫ്ലോറിന് എഴുതി വെച്ചാൽ അത് കറക്റ്റാണോ എന്നറിയില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവർ ഫ്ലോറിന് എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അതായിരിക്കും മനസ്സിന് തോന്നുന്നു. പിന്നെ മൂന്നാമത്തത് ഇൻകറക്റ്റ് ലൂയിസ് സ്ട്രക്ചർ ചെയ്താൽ പറഞ്ഞിട്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തെറ്റായ തോന്നിയത് സി ഓപ്ഷനായിരുന്നു. നൈട്രജന് ട്രിപ്പിൾ ബോണ്ടല്ലേ വരിക, ലോൺ പെയർ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സി ഓപ്ഷനായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാലാമത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്, ഞാൻ ടെമ്പറേച്ചർ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അഞ്ചാമത്തത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്യൂട്ടി ഇൻ 1 അത് ഞാൻ അങ്ങനെ വരച്ചു. പിന്നെ 2 മാർക്കിൻ്റെ 8 എഴുതാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ അത് എഴുതി. പിന്നെ 3 മാർക്കിൻ്റെ 8 എഴുതാൻ പറഞ്ഞു. പിന്നെ അവസാനം നമ്മുടെ 4 മാർക്കിന് 4 എഴുതാൻ പറഞ്ഞായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ഒരു അവസാനത്തെ സെക്ഷനാണ് 4 മാർക്കിൻ്റെത്. എന്താ വെച്ചാൽ ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് കുറച്ച് തിയറി ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ന്യൂമറിക്കൽസ് ഇക്വേഷൻസ് കുറച്ച് കുറവാണ്. പക്ഷേ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തതും ഇങ്ങനെ റിയാക്ഷൻസ് ഇക്വേഷൻസ് ആയതുകൊണ്ട് തന്നെ തിയറി മീൻസ് ഇങ്ങനത്തെ ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കൂടുതലും അങ്ങനെ മൈൻഡ് ചെയ്തില്ല. കോൺസെപ്റ്റ് അറിയാം, ആ ഒരു ഇതെന്താണെന്നുള്ളത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഞാൻ അങ്ങനെ പഠിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി ചോദിച്ചപ്പോൾ, ഈ ഒരു ഭാഗം ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇങ്ങനെ ക്വാണ്ടിറ്റി നമ്പേഴ്സ്, 4 ക്വാണ്ടിറ്റി നമ്പേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ അത് കുറച്ച് മീൻസ് നമുക്കറിയാം അങ്ങനെ എഴുതേണ്ടതെന്ന്. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങനെ എഴുതി വെച്ചു. പക്ഷെ എന്നാലും കറക്റ്റ് അതേപോലെ എഴുതിയില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് അതേ മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാനത്തെ സെക്ഷൻ ചെറിയൊരു കമ്പാരിറ്റീവ്ലി എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. തിയറി ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് ആണെങ്കിലും ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണെങ്കിലും നമുക്കറിയാം എന്താ സംഭവം എന്ന്. പക്ഷേ വേർഡ്സിൽ എഴുതുമ്പോൾ കറക്റ്റ് ആ ഒരു മാർക്ക് കറക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ എഴുതി വെച്ചു. അങ്ങനെയായിരുന്നു. പിന്നെ 8 മാർക്കിൻ്റെ 2 മാർക്കിന് 8 അങ്ങനെ എഴുതി പോകുന്നു. പിന്നെ 8 മാർക്കിൻ്റെ 3 ആണെങ്കിൽ നമ്മൾ എഴുതി. പിന്നെ എനിക്ക് മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാത്തതെന്ന് തോന്നി മറ്റേ ബാലൻസിങ് ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് അത്യാവശ്യം അറിയാം. പക്ഷെ അത് ആൻസർ ചെയ്യുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ അവസാനത്തേക്ക് വെച്ചു, എക്സ്ട്രാ ക്വസ്റ്റ്യനൊക്കെ അപ്പം എഴുതാമെന്ന് വെച്ച്. അപ്പോൾ അതിനെക്കാട്ടും അറിയുന്ന പെട്ടെന്ന് തീരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആദ്യം എഴുതി. പിന്നെ അവസാനം അത് എഴുതാൻ സമയം കിട്ടാത്തപ്പോൾ എനിക്ക് എന്തോ പോലെ, എനിക്ക് അത്യാവശ്യം അറിയാം അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അത് എഴുതാത്തപ്പോൾ മീൻസ് വേറെ ഇതിന് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടുമായിരുന്നല്ലോ. സോ അങ്ങനെ ബാലൻസിങ് ഒന്നും എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല. ബാക്കിയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓൾമോസ്റ്റ് കുറേ PYQs അതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ളത് കോമൺ അയോൺ എഫക്റ്റ്, ബഫർ സൊല്യൂഷൻ, അതൊക്കെ എല്ലാ ഇയറും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഡബിൾ പാസ് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 6 മാർക്കിൻ്റെ ഞാൻ എഴുതിയില്ല, പിന്നെ 8 മാർക്കിൻ്റെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ക്വസ്റ്റ്യൻ ബി ആണ് ഞാൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. പിന്നെ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞത് അങ്ങനെ വരച്ചു. പിന്നെ 9ാമത്തേത് ഹൈഡ്രജൻ ബോണ്ടിങ്, അത് ഇൻ്റർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട്, അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ വരച്ചിട്ട് ചെയ്തു. പിന്നെ 10ാമത്തേത് ഈസി ആയിരുന്നു, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷൻ ആകെ ഹീറ്റും വർക്ക് മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ ബോക്സ് വരച്ച് മീൻസ് അങ്ങനെ എഴുതി. പിന്നെ 11ാമത്തേത് കോമൺ അയോൺ എഫക്റ്റ്, അത് പിന്നെ കോമൺ ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ എഴുതി. എക്സാമ്പിൾ പിന്നെ CH3COON അങ്ങനെ പറഞ്ഞിട്ട് അത് എഴുതി. പിന്നെ 13ാമത്തേത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, അത് ഞാൻ രാവിലെ സ്കൂളിൽ പോയിരുന്ന വായിച്ചു. എനിക്ക് ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ ആ തിയറി കുറച്ച് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി അത് വായിച്ച് അതേ ക്വസ്റ്റ്യൻ വന്നു, അതുകൊണ്ട് അത് എഴുതാൻ പറ്റി. പിന്നെ 14ാമത്തേത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, 4n+2 ആണല്ലോ, അപ്പം ഫസ്റ്റ് 1 ആണോ തേർഡ് 1 ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾ ആൻസർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ 15ാമത്തേത് അങ്ങനെ എഴുതി, ബെൻസിൻ, അത് CH3 അങ്ങനെ വന്നിട്ട് പിന്നെ മറ്റേതാണെങ്കിലും അങ്ങനെ എഴുതി. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു തരിക, അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. പിന്നെ 16ാമത്തേതാണെങ്കിലും മീൻസ് ഓൾമോസ്റ്റ് എല്ലാം PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം 2-3 വർഷത്തെ PYQ വർക്കൗട്ട് ചെയ്താൽ തന്നെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ പിന്നെ പുതിയ രീതിയിൽ അങ്ങനെ ചോദ്യങ്ങൾ വന്നത് കുറവാണോ അതോ ഇല്ലേ എനിക്കറിയില്ല. കൂടുതലും PYQ ആണ് ഗൈസ് വന്നത്, മീൻസ് പുതിയ ചോദ്യങ്ങൾ, മീൻസ് ടഫ് ആക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ 14ാമത്താണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ റിസൾട്ട് ഒബ്റ്റെയിൻ, അത് എഴുതി. പിന്നെ ഇത് ബോട്ടം, ടോപ്പ് ടു ബോട്ടം മീൻസ് അയോണിക് എൻതാൽപ്പി, അങ്ങനെ കുറയാണ് എന്നുള്ള രീതിയിലൊക്കെ എഴുതി. അത് എന്തുകൊണ്ടാണ് കാരണം എഴുതി വെച്ചു. പിന്നെ 19ാമത്തെ ഇലക്ട്രോണിക് എൻതാൽപ്പി എഴുതി. പിന്നെ FCl, അത് പിന്നെ സ്മോൾ ആയതുകൊണ്ട് F അങ്ങനെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ 21ാമത്തെ നമ്മുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, അത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം ആൻസർ വന്നപ്പോൾ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 22ാമത്തേത് ബഫർ സൊല്യൂഷൻ ടൈപ്പ് ഓഫ് അത് എഴുതി. പിന്നെ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എനിക്ക് അറിയായിരുന്നു, പക്ഷെ അത് കുറച്ച് ടൈം എനിക്ക് ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് തന്നെ എനിക്കത് എഴുതാൻ പറ്റിയില്ല, അത് ഒരു ഇതായിരുന്നു. പിന്നെ UPSC നിയമം അങ്ങനെ എഴുതി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വന്നത് എൻതാൽപ്പി, അത് ഡിഫൈൻ ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. ഞാൻ എന്നാലും എൻ്റേതായ വാക്കുകൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ആ ഒരു 14ാമത്തെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, 1 ആണോ 3 ആണോ എന്നുള്ളത്. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല, എഴുതാൻ. പക്ഷെ എന്നാലും കറക്റ്റ് മാർക്ക് കിട്ടുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാത്രി ഫുള്ള് സൂപ്പർ 60 ഇത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ മോർണിംഗ് ബൂസ്റ്റർ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഞാൻ സൈലത്തിൻ്റെയും കഴിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് PYQ ഒക്കെ വർക്കൗട്ട് ചെയ്തു. ആ ഒരു ബുക്കിലത്തെ PYQ വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സൈലത്തിൻ്റെ ആ ഒരു രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലത്തെ കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്, ഡിഫൈൻ ചെയ്യാനുള്ളതാണെങ്കിലും അതൊക്കെ. അതുകൊണ്ട് തന്നെ മീൻസ് പ്രഡിക്ഷൻ കൂടുതലും വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താ, ഇന്നലെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ മോഡൽ എക്സാമിന് മുമ്പ് ഇട്ടായിരുന്നത്, അത് ഫുൾ ഇരുന്ന് കണ്ടു. പിന്നെ നമ്മുടെ ലാംഗ്വേജ് എക്സാം കഴിഞ്ഞിട്ടുള്ള അന്ന് രാത്രി ഒരു ലൈവ് ഇട്ടായിരുന്നില്ല, അത് കണ്ടു. സൈലത്തിൽ കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ലൈവ് ഉണ്ടായിരുന്നു. മീൻസ് സൈലത്തിൽ ലൈവ് ഇട്ടതെല്ലാം ഞാൻ ഫുൾ കണ്ടു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റി. ഒരു സബ്ജക്റ്റിന് ഞാൻ അങ്ങനെ ക്ലാസ് ഫുള്ളൊന്നും ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു.
മീൻസ് ഞാൻ ലാംഗ്വേജ് എക്സാമിന് മുമ്പ് 3 ദിവസം കെമിസ്ട്രി മാത്രമേ പഠിച്ചുള്ളൂ. ബോട്ടണി പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ A+ കിട്ടിയെന്നുള്ളതല്ല, ഒരു A എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. A+ലോട്ട് എനിക്ക് ഉറപ്പില്ല, എവിടെയെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ A ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. A+ലോട്ട് എത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇനി നമുക്ക് തിങ്കളാഴ്ച ബോട്ടണീൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാളെ ബോട്ടണിയും മറ്റന്നാൾ സുവോളജിയും പഠിക്കാമെന്നാണ്. ബോട്ടണി എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ബോട്ടണി ഒന്ന് പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി. പിന്നെ സുവോളജി ഞാൻ മോഡൽ എക്സാമിന് കൂടുതൽ പഠിച്ചുകൊണ്ട് തന്നെ സുവോളജി ഓൾമോസ്റ്റ് അറിയാം. പിന്നെ ആനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസാണ് കുറച്ചും കൂടി കൂടുതൽ നോക്കാനുള്ളത്. സോ അതൊന്നും കൂടെ ഒന്ന് പഠിച്ചാൽ മതി. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പഠിച്ച് നമുക്ക് കെമിസ്ട്രി പോലെ ബയോളജിയും എക്സാം എഴുതണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എക്സാം വന്നിട്ട്. അപ്പോൾ അത്രയോളത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.